പഴയ നിയമ ഗ്രന്ഥങ്ങളുടെയും അതിൻ്റെ അനുബന്ധ പഠനങ്ങളുടെയും ചരിത്രാന്വേഷണങ്ങളുടെയും വെളിച്ചത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എന്നും പാലസ്തീന എന്നും വിളിക്കപ്പെടുന്ന പ്രദേശങ്ങളുടെ ചരിത്രം മനസ്സിലാക്കാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകമനുസരിച്ച് ദൈവദൂതനുമായി മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ട യാക്കോബിന് നൽകപ്പെടുന്ന നാമമാണ് ഇസ്രായേൽ എന്നത്. മത്സരിക്കുക, മൽപ്പിടുത്തം നടത്തുക എന്നൊക്കെയാണ് ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. യാക്കോബിൻ്റെ മക്കളും അവരുടെ പിൻതലമുറക്കാരുമാണ് ഇസ്രായേല്യർ എന്ന് അറിയപ്പെടുന്നത്. ഹീബ്രു ബൈബിൾ അനുസരിച്ച് യൂദാ രാജ്യം നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഇസ്രായേൽ യൂദാ രാജ്യങ്ങളുടെ രാജാവായിരുന്ന സോളമൻ രാജാവാണ് ആദ്യത്തെ ദേവാലയം ജെറുസലേമിൽ പണി കഴിപ്പിച്ചത്. ക്രിസ്തുവിന് മുൻപ് 6-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഇസ്രായേല്യർ അധിവസിച്ചിരുന്ന ഇസ്രായേൽ രാജ്യത്തെ പരാജയപ്പെടുത്തി അവരെ പ്രവാസത്തിലേക്ക് നയിച്ച സാമ്രാജ്യങ്ങൾ യഥാക്രമം അസീറിയായും ബാബിലോണിയായും ആയിരുന്നു. പുരാതന ജെറുസലേമിൽ സോളമൻ പണി കഴിപ്പിച്ച ആദ്യ ദേവാലയം ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന നബൂഖദ്നേസർ രണ്ടാമൻ BC 587 നശിപ്പിച്ചു. BC 538 പേർഷ്യൻ സാമ്രാജ്യം അവരെ പരാജയപ്പെടുത്തുകയും യഹൂദ സമൂഹം അതിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയും ചെയ്തു. തുടർന്നവർ ജെറുസലേമിൽ പഴയ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് നിർമ്മിച്ച ദേവാലയം AD 70 വരെ നിലനിന്നു. ഇതിനിടയിൽ BC 2-ാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ നേരിട്ട മാസിഡോണിയൻ ഗ്രീക്കുകാരുടെ അധിനിവേശം യഹൂദ ജനത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി ചിതറുന്നതിനും അവർക്കിടയിൽ തന്നെ 2 തരം മതാത്മകത രൂപം കൊള്ളുന്നതിനും കാരണമായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 1-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട റോമാ സാമ്രാജ്യം ഇസ്രായേൽ കീഴടക്കിയതും യഹൂദർ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്യുന്നതിന് ഒരു കാരണമായിരുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, റോമാക്കാരുടെ അധിനിവേശത്തിന് മുൻപ് വരെ പുരാതന ഇസ്രായേലിൽ താമസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും യഹൂദർ തന്നെയായിരുന്നു എന്നതാണ്. നൂറ്റാണ്ടുകളായി അവിടെ അധിവസിച്ചിരുന്നവരായിരുന്നു ഇസ്രായേല്യർ അഥവാ യഹൂദർ എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. റോമൻ സാമ്രാജ്യവും യഹൂദ ജനതയും തമ്മിൽ പലതവണ നടന്ന യുദ്ധത്തിൽ വിജയിച്ചത് റോമാക്കാരായിരുന്നു. റോമാക്കാർ അവരുടെ പ്രവിശ്യയായ പാലസ്തീനായിൽ നിന്ന് യഹൂദന്മാരെ പുറത്താക്കുകയും യഹൂദർ ജെറുസലേമിൽ പണി കഴിപ്പിച്ചിരുന്ന അവരുടെ 2ാമത്തെ ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി വീണ്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യഹൂദർ ചിതറിക്കപ്പെടാൻ തുടങ്ങി. ആ കാലഘട്ടത്തോടെയാണ് റോമാക്കാർ ഇസ്രായേലിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ സിറിയ എന്നും പാലസ്തീന എന്നുമൊക്കെ വ്യാപകമായി അറിയപ്പെടാൻ തുടങ്ങിയത്. റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ്റെ ഭരണകാലത്ത് ക്രൈസ്തവ വിശ്വാസം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയും റോമാക്കാരുടെ ക്രൈസ്തവ മതപീഡനം അവസാനിപ്പിക്കുകയും ചെയ്തു. അതോടെ ജെറുസലേം ഒരു ക്രൈസ്തവ നഗരമായി മാറി. യഹൂദർ ജെറുസലേമിൽ താമസിക്കുന്നത് വിലക്കപ്പെട്ടു. എങ്കിലും ക്രിസ്തുവർഷം 6-ാം നൂറ്റാണ്ടു വരെയെങ്കിലും ആ പ്രദേശങ്ങളിലെ താമസക്കാരിൽ ഒരു ഭൂരിപക്ഷമായി തന്നെ യഹൂദരും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടോടെ ആ പ്രദേശം ഭരിച്ചിരുന്ന ബൈസന്റൈൻ ഭരണാധികാരികളെ കീഴടക്കിയ അറബ് മുസ്ലിം ഭരണാധികാരികൾ വ്യാപകമായ തോതിൽ ആ പ്രദേശങ്ങളിൽ ഇസ്ലാം പ്രചരിപ്പിച്ചു. അക്രമത്തിൻ്റെയും വാളിൻ്റെയും കീഴിൽ നടന്ന മതം മാറ്റ ശ്രമങ്ങളിൽ നിന്ന് തദ്ദേശീയ ജനതകൾക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. വിശ്വാസം സംരക്ഷിക്കാനായി ആ കാലഘട്ടത്തിലും കുറേയേറെ യഹൂദർ അവിടെ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. ദേശം വിട്ട് ഓടിപ്പോയ ക്രൈസ്തവരും കുറവല്ല. ശേഷിച്ചവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായി അവിടെ തന്നെ തുടർന്നു. യഹൂദരുടെ ദേവാലയം നിലനിന്നിരുന്ന സ്ഥലവും ക്രൈസ്തവരുടെ പുണ്യസ്ഥലങ്ങളും ഇസ്ലാം ഭരണകൂടം കൈയടക്കി. അവിടേക്കെത്തിയിരുന്ന തീർത്ഥാടകർ വിവിധങ്ങളായ ദുരിതങ്ങൾ അനുഭവിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് യൂറോപ്പിലെ ക്രൈസ്തവ രാജാക്കന്മാർ കുരിശ് യുദ്ധങ്ങൾക്ക് മുതിർന്നത്. വിശുദ്ധ സ്ഥലങ്ങളുടെ വീണ്ടെടുപ്പായിരുന്നു കുരിശ് യുദ്ധങ്ങളുടെ ഒരു ഉദ്ദേശം. എന്നാൽ
ധാർമ്മികമല്ലാത്ത പല നടപടികളും കുരിശ് യുദ്ധക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതും നിഷേധിക്കാനാവാത്ത ഒരു ചരിത്ര സത്യം തന്നെയാണ്. എങ്കിലും കുരിശ് യുദ്ധങ്ങൾക്ക് ന്യായീകരിക്കാനാകുന്ന അതിശക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. മാത്രവുമല്ല, കുരിശ് യുദ്ധങ്ങളിൽ ഭൂരിപക്ഷവും വിജയം കാണുകയുണ്ടായില്ല. അതുമാത്രമല്ല, യോദ്ധാക്കളെല്ലാം തന്നെ അതിക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുരിശ് യുദ്ധകാലത്ത് ഏതാനും വർഷങ്ങൾ വിശുദ്ധ നഗരങ്ങളെ തിരിച്ചുപിടിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എങ്കിലും 12-ാം നൂറ്റാണ്ടിൽ വീണ്ടും ഇസ്ലാമിക ഭരണകൂടം കുരിശ് യുദ്ധക്കാരെ പരാജയപ്പെടുത്തി. അവർ ജെറുസലേമും പാലസ്തീൻ്റെ മിക്ക പ്രദേശങ്ങളും തിരിച്ച് പിടിച്ചെടുത്തു. പിന്നീട് മാംലൂക്ക് ചക്രവർത്തിമാരും 16-ാം നൂറ്റാണ്ട് മുതൽ ഓട്ടോമാൻ തുർക്കികളും പലസ്തീൻ പ്രദേശത്തെ പിടിച്ചെടുക്കുകയും ഭരിക്കുകയും ചെയ്തു പോന്നു. 1917 ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് സേന ഒട്ടോമൻ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പലസ്തീൻ പിടിച്ചടക്കി. ഒട്ടോമൻ സേനയെ പരാജയപ്പെടുത്തിയതിനു ശേഷം 1918 ഒട്ടോമൻ സിറിയയിൽ ബ്രിട്ടൻ ഒരു സൈനിക ഭരണകൂടം സ്ഥാപിച്ചു. 1920 ഒട്ടോമൻ സിറിയ വിഭജിക്കുകയും ഫ്രാൻസും ബ്രിട്ടനും അത് വീതിച്ചെടുക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് പാലസ്തീൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 1948 വരെ ഈ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരാണ് ഭരിച്ചത്. യൂറോപ്പിലും റഷ്യയിലും അറബ് രാജ്യങ്ങളിലുമായി ചിതറിക്കിടന്നിരുന്ന യഹൂദ ജനത കൊടിയ പീഡനങ്ങളും വംശീയ ഉന്മൂലന ശ്രമങ്ങളും നേരിട്ടിരുന്നു. വിശദമായ ചരിത്ര പഠനങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ജനതകളിൽ ഒന്നാമത്തേത് യഹൂദരാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. യൂറോപ്പിൽ ദേശീയതാവാദം രൂപം കൊണ്ട കാലത്ത് വിവിധ ദേശങ്ങളിൽ പ്രവാസികളായി ചിതറിപ്പോയ യഹൂദ ജനതയും തങ്ങളുടേതായ ഒരു രാജ്യം രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അതിനുവേണ്ടിയുള്ള പണം സ്വരൂപിക്കുന്നതിനും യഹൂദരെ എല്ലാ നാടുകളിലും നിന്ന് ഒരുമിച്ച് കൂട്ടി അവർ മനസ്സിൽ താലോലിക്കുന്ന ദിവസേന പ്രാർത്ഥിക്കുന്ന യഹൂദ രാജ്യമെന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി സയണിസ്റ്റ് എന്ന മുന്നേറ്റവും അവർ രൂപപ്പെടുത്തി. ഭൂമിയിൽ സ്വന്തമായി ഒരു രാജ്യമില്ലാത്തവർ യഹൂദ ദേശീയതയെ മുൻനിർത്തി ഒരു പ്രസ്ഥാനമുണ്ടാക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമായി തീരുന്നത് എങ്ങനെയാണ്? അങ്ങനെ തങ്ങളുടെ പുരാതന ദേശത്തേക്ക് മടങ്ങി വരാൻ ആരംഭിച്ച യഹൂദർ പണക്കാരായ വിദേശ അറബികൾ ബ്രിട്ടീഷ് പാലസ്തീനിൽ കൈയടക്കി വെച്ചിരുന്ന കൃഷിഭൂമികൾ പണം കൊടുത്ത് സ്വന്തമാക്കാൻ ആരംഭിച്ചു. 20-ാം നൂറ്റാണ്ടിൽ ഈ മുന്നേറ്റം ശക്തി പ്രാപിച്ചു. റഷ്യക്കാരുടെയും യൂറോപ്പിൽ നാസികളുടെയും എല്ലാം പീഡനത്തിന് ഇരയായ യഹൂദർക്ക് തങ്ങളുടെ പുരാതന ദേശത്തേക്ക് മടങ്ങി വരാനുള്ള ഈ സന്ദർഭം വലിയ സൗഭാഗ്യമായിരുന്നു. എന്നാൽ യഹൂദ ജനസംഖ്യ ഉയർന്നു വരുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായി തദ്ദേശീയരായ അറബികളിൽ പ്രതിഷേധമുണ്ടാവുകയും യഹൂദന്മാർക്കെതിരെ 1929 1936-39 കാലയളവിലും കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി നിരവധി യഹൂദർ കൊല്ലപ്പെടുകയും അവരുടെ ജനസംഖ്യയിൽ കാര്യമായ കുറവുണ്ടാവുകയും ചെയ്തു. കലാപത്തെ തുടർന്ന് 5 വർഷത്തിൽ 75,000 യഹൂദർ മാത്രമേ പലസ്തീനിലേക്ക് കുടിയേറാവൂ എന്ന് ബ്രിട്ടൻ ഒരു നിയമം കൊണ്ടുവന്നു. പിന്നീട് അലിയ ബേത്ത് എന്ന പ്രത്യേക നിയമം വഴി യഹൂദരുടെ പലസ്തീൻ കുടിയേറ്റം ബ്രിട്ടൻ പൂർണ്ണമായും തടഞ്ഞു. എന്നാൽ 1945 ആയപ്പോഴേക്കും 65 ലക്ഷം യഹൂദർ ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിന് വിധേയമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പലസ്തീനിലുള്ള യഹൂദർ തങ്ങളുടെ കുടിയേറ്റം തടയുന്ന ബ്രിട്ടന്റെ നിയമത്തിനെതിരെ തുറന്ന എതിർപ്പ് പ്രകടിപ്പിക്കുകയും ക്രമേണ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടവരും അറബ് രാജ്യങ്ങളിൽ നിന്നുമായി വലിയ തോതിൽ പലസ്തീനിലേക്ക് യഹൂദർ പ്രവഹിക്കുകയും ചെയ്തു. ഇത് പറയുമ്പോഴും പലസ്തീൻ അന്നും ഇന്നും ഒരു സ്വതന്ത്ര രാജ്യമല്ലായിരുന്നു എന്ന വസ്തുത കൂടി കൂട്ടിവായിക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ കാലഘട്ടങ്ങളിലായി ചിതറിക്കപ്പെട്ട യഹൂദർ തങ്ങളുടെ പുരാതന ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ അവർ അപ്പോഴത്തെ തദ്ദേശീയരിൽ നിന്ന് അതിക്രമത്തിലൂടെയല്ല
യാതൊന്നും സ്വന്തമാക്കിയത് എന്നും നമ്മൾ ഓർമ്മിക്കണം. മതതീവ്രവാദത്തിൻ്റെ ക്രൂരമുഖം പേറുന്ന തദ്ദേശീയ ഭീകര സംഘടനകളാണ് അന്നും ഇന്നും യഹൂദ രക്തത്തിനു വേണ്ടിയും അവരുടെ ഉന്മൂലനത്തിനു വേണ്ടിയും ലോകമെമ്പാടും ബഹളം വയ്ക്കുന്നത്. സയണിസം ഈ വിധത്തിൽ പരിഗണിക്കുമ്പോൾ ഒരിക്കലും ഒരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തോടുകൂടിയാണ് പാലസ്തീൻ ദേശീയവാദ സംഘടനകൾ ആദ്യം രൂപം കൊള്ളുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് ദേശീയവാദ പ്രസ്ഥാനങ്ങൾ, ഒന്ന് യഹൂദ ദേശീയവാദവും മറ്റൊന്ന് അറബ് ദേശീയവാദവും പാലസ്തീനിൽ രൂപം കൊണ്ടിരുന്നു. ക്രമേണ അവർ ചെറുവിഭാഗങ്ങളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു ശൈലി രൂപം കൊണ്ടു. അനുദിനം വർദ്ധിച്ചു വന്ന അറബ് യഹൂദ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ബ്രിട്ടീഷ് പലസ്തീൻ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ രൂപം കൊണ്ട ഐക്യരാഷ്ട്ര സഭയെ സമീപിച്ചു. അതിൻ്റെ ഫലമായി 1948 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നിങ്ങനെ വിവിധ വൻ ശക്തികളുടെ അംഗീകാരത്തോടെ ഇസ്രായേലും പാലസ്തീനുമായി രണ്ട് രാജ്യങ്ങൾ രൂപീകരിക്കാം എന്ന നിലപാട് UN സ്വീകരിച്ചു. എന്നാൽ ഇസ്രായേൽ അത് അംഗീകരിച്ചപ്പോൾ അറബ് ദേശീയതാവാദികൾ ഈ വിഭജനത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. 1948 മെയ് 14 ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം ടെൽ അവീവിലെ മ്യൂസിയത്തിൽ ഒരുമിച്ച് കൂടിയ ക്ഷണിക്കപ്പെട്ട കുറച്ച് അതിഥികളുടെ മുൻപിൽ വെച്ച് ജൂവിഷ് പീപ്പിൾസ് കൗൺസിലിൻ്റെ നേതാവ് ഡേവിഡ് ബെൻ ഗുരിയൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ഇസ്രായേൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്ന രാജ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ രാജ്യം നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ് തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ പട്ടാളം സംയുക്തമായി പാലസ്തീൻ പിടിച്ചടക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് പാലസ്തീനിൽ പ്രവേശിക്കുകയും ഇസ്രായേലുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പുതിയതായി രൂപം കൊണ്ട ഇസ്രായേൽ എന്ന ചെറു രാജ്യം അവരുടെ സർവശക്തിയും ഉപയോഗിച്ച് അറബ് പട്ടാളത്തെ പ്രതിരോധിക്കുവാനും തിരിച്ചടിക്കുവാനും തുടങ്ങി. എന്തു വില കൊടുത്തും അറബ് ലീഗിൻ്റെ പട്ടാളത്തെ പ്രതിരോധിക്കണം എന്നുള്ള നിർദ്ദേശം ഇസ്രായേൽ അവരുടെ പൗരന്മാർക്ക് നൽകിയിരുന്നു. 1948 മെയ് 15 തുടങ്ങിയ ഈ യുദ്ധം 1949 മാർച്ച് 10 വരെ നീണ്ടുനിന്നു. യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയും ഇസ്രായേൽ എന്ന രാജ്യം അങ്ങനെ നിലവിൽ വരികയും ചെയ്തു. യുദ്ധാവസാനം ഇസ്രായേൽ രൂപീകരിക്കുവാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ച പ്രദേശങ്ങൾ മാത്രമല്ല, പലസ്തീൻ എന്ന രാജ്യം രൂപീകരിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ച കുറച്ച് പ്രദേശങ്ങൾ കൂടി ഇസ്രായേൽ പിടിച്ചടക്കുകയുണ്ടായി. പാലസ്തീനു വേണ്ടി നിർദ്ദേശിച്ചിരുന്ന കിഴക്കൻ ജെറുസലേമിൻ്റെ ഭാഗങ്ങളും യൂദയ, സമരിയ പ്രദേശങ്ങളും യോർദാൻ പിടിച്ചടക്കുകയും വെസ്റ്റ് ബാങ്ക് എന്ന് നാമകരണം ചെയ്യുകയും ഗാസ ഈജിപ്തിൻ്റെ കീഴിലേക്ക് വരികയും ചെയ്തു. ഈജിപ്തും സിറിയയും യോർദാനും പാലസ്തീൻ പോരാളികളും സംയുക്തമായി വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. 1967 ജൂൺ 5 മുതൽ 10 വരെ നീണ്ടുനിന്ന യുദ്ധം 6 ഡേ വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ യോർദാന്റെ നിയന്ത്രണത്തിലായിരുന്ന കിഴക്കൻ ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് ഗാസയും സീനായ് പെനിൻസുലയും സിറിയയുടെ കയ്യിൽ നിന്നും ഗോലാൻ കുന്നുകളും ഇസ്രായേൽ പിടിച്ചെടുത്തു. ചുരുക്കത്തിൽ 1967 യുദ്ധത്തോടുകൂടി പലസ്തീൻ പ്രവിശ്യകളായ വെസ്റ്റ് ബാങ്കും ഗാസയും മുഴുവനായും ഇസ്രായേലിൻ്റെ അധീനതയിലേക്ക് വന്നു. അതോടുകൂടിയാണ് സമാധാന കരാറിൻ്റെ ഭാഗമായി ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ ഈജിപ്തും യോർദാനും തയ്യാറായത്. തുടർന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ ഈജിപ്തിനും യോർദാനും അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സിറിയയുടെ ഗോലാൻ കുന്നുകൾ ഇന്നും അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. 1993 ഓസ്ലോ കരാർ പ്രകാരം പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രായേലും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പലസ്തീൻ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി 1994
ഇസ്രായേൽ പട്ടാളം ഗാസ സിറ്റി വിടുകയും ഗാസ മുനമ്പ് പലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിലാവുകയും ചെയ്തു. 2005 ഇസ്രായേൽ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവാങ്ങി. ഇതുവരെ പാലസ്തീൻ എന്ന ഒരു രാജ്യം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ് എന്ന രീതിയിലാണ് പാലസ്തീനെ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലും. ഒരു രാജ്യമെന്ന നിലയിൽ പാലസ്തീനെ അംഗീകരിക്കണമെങ്കിൽ അവിടെ വ്യവസ്ഥാപിതമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ഉണ്ടായിരിക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടത്തിന് അതിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും പരമാധികാരവും വേണം. എന്നാൽ നിലവിലുള്ള പാലസ്തീൻ അതോറിറ്റിക്ക് പാലസ്തീൻ പ്രദേശങ്ങളുടെ പരമാധികാരം ഇല്ല. നിലവിൽ പാലസ്തീൻ അതോറിറ്റിക്ക് വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങളുടെ മാത്രം അധികാരമാണ് ഉള്ളത്. ഗാസ ഇപ്പോഴും തീവ്രവാദ സംഘടനയായ ഹമാസാണ് നിയന്ത്രിക്കുന്നത്. നിലവിൽ ഇസ്രായേൽ കയ്യേറിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങളാണ്. ഇത് വെറും ഒരു അതിർത്തി പ്രശ്നം മാത്രമല്ല. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലമാണ് അത്. യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ആർക്കും വെറുതെ കൊടുക്കുന്ന ചരിത്രമില്ലല്ലോ. സമാധാനം പുനഃസ്ഥാപിക്കുകയും ഹമാസിനെ നിരായുധീകരിക്കുകയും ചെയ്താൽ മാത്രമേ തങ്ങൾ ചർച്ചകൾ പുനരാരംഭിക്കുകയുള്ളൂ എന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. എന്നാൽ വെസ്റ്റ് ബാങ്കും ഗാസയും ഭരിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയും ഹമാസും തമ്മിലുള്ള അനൈക്യവും ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളും കാരണം സമാധാന ചർച്ചകൾ എപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. 2005 ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങിയതിനെ തുടർന്ന് നടന്ന ഇലക്ഷനിൽ ഹമാസ് ഭൂരിപക്ഷം നേടി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായ ഫത്താഹിനോട് ചേർന്ന് അവർ അധികാരത്തിലെത്തിയ ഹമാസ് ഓസ്ലോ കരാർ അംഗീകരിക്കില്ല എന്നും ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്നും പ്രസ്താവിച്ചു. പിന്നീട് നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഹമാസും ഫത്താഹും തമ്മിൽ ഏറ്റുമുട്ടി. 2006 2007 ഇടയിൽ നടന്ന ഈ ആഭ്യന്തര യുദ്ധത്തിൽ നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു. തുടർന്ന് ഹമാസ് ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. ഇസ്രായേലും ഈജിപ്തും ജോർദാനും ഒക്കെ ഹമാസിനെ പലസ്തീനിയൻ ഭരണകൂടമായി അംഗീകരിച്ചിട്ടേയില്ല. ഹമാസിനെതിരെ അവർ വിലക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹമാസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയുടെ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു. പലരും അവിടെ നിന്ന് പലായനം ചെയ്തു. തങ്ങൾക്കെതിരെ സംസാരിക്കുവാൻ ഹമാസ് ആരെയും അനുവദിച്ചില്ല. മാത്രമല്ല, തങ്ങളാണ് ശരിയെന്ന് വരുത്തുവാൻ അവർ ഇസ്രായേലിനെ പലവട്ടം ആക്രമിക്കുകയും ചെയ്തു. ഈ യുദ്ധങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പട്ടിണിയും തൊഴിലില്ലായ്മയും പെരുകി. ധാരാളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ധാരാളം ആളുകൾ അഭയാർത്ഥികളായി തീർന്നു. ഈ ഹമാസാണ് പലസ്തീൻ അതോറിറ്റിയുടെ ഭരണത്തിലും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുമുള്ള കിഴക്കൻ ജെറുസലേമിലെ പ്രശ്നങ്ങൾ മറയാക്കിക്കൊണ്ട് ഗാസയിലിരുന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ആയിരക്കണക്കിന് മിസൈലുകളാണ് ഹമാസ് ഇസ്രായേലിനെതിരെ തൊടുത്തുകൊണ്ടിരിക്കുന്നത്. മികച്ച പ്രതിരോധമുള്ള ഇസ്രായേൽ ഇവയിൽ ഭൂരിഭാഗവും തടയുന്നുണ്ട്. തടയാൻ കഴിയാതെ പോയ ഇത്തരത്തിലൊരു മിസൈലാണ് സൗമ്യയുടെ ജീവൻ അപഹരിച്ചത്. ഹമാസ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത് ജനങ്ങൾ തിങ്ങിവസിക്കുന്ന മേഖലകളിൽ നിന്നാണ്. അതിനാൽ തന്നെ തിരിച്ചാക്രമിക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ ഒരു വസ്തുതയാണ്. കുട്ടികളെയും സാധാരണക്കാരെയും ഒക്കെ മറയാക്കിക്കൊണ്ട് ഹമാസ് അഴിച്ചുവിടുന്ന ഇത്തരം ആക്രമണങ്ങൾ തികച്ചും ഭീരുത്വമാണ്. എങ്കിലും തിരിച്ചാക്രമിക്കുമ്പോൾ ആ ടാർഗറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ സേന അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാറുമുണ്ട്. ഇസ്രായേൽ വിരുദ്ധ വികാരവും വാർത്തകളും മാത്രമാണ് മലയാളത്തിലെങ്ങും പ്രചരിക്കപ്പെടാറുള്ളത്. എന്നാൽ സത്യം ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ചേരിചേരാതിരിക്കാൻ മനസാക്ഷിയുള്ളവർക്ക് സാധിക്കുകയില്ല. തങ്ങൾക്ക് മാത്രം അധികാരവും ഭരണവും സ്വാതന്ത്ര്യവും എന്നു വാദിക്കുന്ന ഹമാസിനെ പോലെ ഇടുങ്ങിയ ചിന്താഗതിക്കാരായ മത തീവ്രവാദികളിൽ നിന്നാണ് ലോകത്തെമ്പാടും ദുർബല ജനവിഭാഗങ്ങളും മതന്യൂനപക്ഷങ്ങളും പീഡനങ്ങൾ നേരിടുന്നത്. സൗമ്യയുടെ മരണം പോലും അത്തരമൊരു അതിക്രമത്തിൻ്റെ ഫലമാണ്. ആ മരണത്തിൽ അനുശോചിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും സാധിക്കുന്നില്ല എങ്കിൽ ഹമാസിൻ്റെ സമാന മനസ്ഥിതി പേറുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മറ്റു പേരുകളിൽ
ഈ നാട്ടിലും വേരാഴ്ത്തിയിരിക്കുന്നു എന്നല്ലാതെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?